morning, my dear students. We are going to the next class, and we have studied how to calculate portfolio risk, and we have used two important measures for calculating the risk of portfolios, and നമ്മൾ പ്രോബ്ലം ചെയ്തു അതിനോട് റിലേറ്റഡ് ആയിട്ട്, and we can see the next topic in this class, and it is portfolio diversification. And what do you mean by portfolio diversification? Portfolio diversification means how much securities we are including in the portfolio. That is portfolio diversification. And as far as possible, this simple diversification is practical. And what do you mean by simple diversification? നമുക്കറിയാം, എത്ര ഡൈവേഴ്സിഫൈ ചെയ്താലും we cannot reduce the systematic risk. Systematic risk നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. And you have studied what is systematic risk and what is unsystematic risk. നമുക്കറിയാം എന്താണ് സിസ്റ്റമാറ്റിക് എന്ന്. സിസ്റ്റമാറ്റിക് റിസ്കിന് വേറൊരു പേരും കൂടി ഉള്ളതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അൺഡൈവേഴ്സിഫയബിൾ റിസ്ക്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ എത്ര കണ്ട് പോർട്ട്ഫോളിയോനെ ഡൈവേഴ്സിഫൈ ചെയ്താലും, എത്ര അഡീഷണൽ സെക്യൂരിറ്റീസ് നമ്മൾ ആഡ് ചെയ്താലും അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അൺസിസ്റ്റമാറ്റിക് റിസ്കേ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. സിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. And as far as possible, we should carefully analyze and we should carefully watch the movements of prices and all these things, and we can select the securities to the portfolio, and then we can reduce the unsystematic risk to a greater extent. അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേസമയം തന്നെ വി ഷുഡ് സീ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എക്സീഡിങ് ബിയോണ്ട് എ ലിമിറ്റ്. അതൊരു ലിമിറ്റിന് അപ്പുറത്തേക്ക് എക്സീഡ് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോയിൽ എത്ര നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ കൂടുതലായിട്ട് വരുത്തുന്നോ അത്രയും റിസ്ക് നമുക്ക് കൂടുതലായിട്ട് വരും. ഒരു സർട്ടൻ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. അതല്ല നമ്മൾ പിന്നെയും നമ്മുടെ സെക്യൂരിറ്റീസ് പോർട്ട്ഫോളിയോയിൽ ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റമാറ്റിക് റിസ്ക് എന്ത് ചെയ്ത് വരും, കൂടി വരും അല്ലേ. സിസ്റ്റമാറ്റിക് റിസ്ക്, അതായത് ഒറ്റയടിക്ക് സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ പ്രത്യേകത ഒരേ സമയം തന്നെ എല്ലാ ഷെയർസിനെയും, മിക്കവാറും എല്ലാ സെക്യൂരിറ്റീസിനെയും ഒരേപോലെ അത് എന്ത് ചെയ്യും എന്നുള്ളതാണ്, ബാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ വരുന്ന സമയത്ത് ഒരു സർട്ടൻ നമ്പർ ഓഫ് സെക്യൂരിറ്റീസിനേക്കാളും കൂടുതൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ അവസാനം ബുദ്ധിമുട്ടായിട്ട് വരികയുള്ളൂ. അത് ആ സിസ്റ്റമാറ്റിക് റിസ്ക് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഗ്രേറ്റർ ലോസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഏത് പ്രോസസ്സ് ചെയ്യുവാൻ, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുവാൻ. ആൻഡ് യു ഹാവ് സ്റ്റഡീഡ് വേരിയസ് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻസ് ലൈക്ക് horizontal diversification, vertical diversifications, geographical diversification, and all these things. And you can do any type of diversification keeping in mind this important matter, that diversification to a greater extent or to a maximum extent will only help in the occurrence of great loss എന്നുള്ള ഒരു ബേസിക് ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി അവിടെ ഒരു സിമ്പിൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. സം സെക്യൂരിറ്റീസ് ആർ റാൻഡംലി സെലക്റ്റഡ് ആൻഡ് ദീസ് ആർ ആഡഡ് ആൻഡ് കമ്പൈൻഡ് ഇൻ എ പോർട്ട്ഫോളിയോ. ദിസ് ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് നോൺ ആസ് സിമ്പിൾ ഡൈവേഴ്സിഫിക്കേഷൻ. വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഡൈവേഴ്സിഫിക്കേഷൻ. ഒരു പരിധിവരെ ഭയങ്കരമായിട്ടുള്ള ഓവർ കാൽക്കുലേഷൻസോ ഹോംവർക്കോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ഡൈവേഴ്സിഫിക്കേഷനാണ് സിമ്പിൾ. അതുകൊണ്ടാണ് അതിൻ്റെ പേര് സിമ്പിൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വന്നിട്ടുള്ളത്. ആൻഡ് ഓൾ ദ സെക്യൂരിറ്റീസ് ആർ സെലക്റ്റഡ് റാൻഡംലി വിതൗട്ട് മച്ച് കാൽക്കുലേഷൻസ്. റാൻഡംലി നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, നമ്മളെവിടെ ആഡ് ചെയ്യുന്നു, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ദർ ഈസ് എ സിമ്പിൾ ഡൈവേഴ്സിഫിക്കേഷൻ ഓൾസോ. ആൻഡ്
നൗ വി ആർ ഗോയിങ് ടു ഡൈവേഴ്സിഫിക്കേഷനോടനുബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മോഡലാണ് മർക്കോവിറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ മോഡൽ. Okay, that is Markowitz, and this model is known by its founder ഹാരി മർക്കോവിറ്റ്സ്. ഹാരി മർക്കോവിറ്റ്സ് എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ഈ മോഡൽ എന്ത് ചെയ്യപ്പെടുന്നത്, അറിയപ്പെടുന്നത്. ഡൈവേഴ്സിഫിക്കേഷനെ ബേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷനിൽ ഇൻവെസ്റ്റേഴ്സ് ചൂസ് ചെയ്യുന്ന വേരിയസ് മെത്തേഡ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന വേരിയസ് ടെക്നിക്സ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഹാരി മർക്കോവിറ്റ്സ് ഇസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് പോർട്ട്ഫോളിയോ, modern portfolio theory. And according to Markowitz, investors in general are mainly concerned with the two properties of an asset, that is risk and return. So that is the basic idea behind this Markowitz model. He also concentrates on the two important matters related with the securities, and they are risk and returns. And according to him, nobody will invest, according to Markowitz, nobody will be ready to invest a higher amount which is more and more risky, and he will be ready to invest in risky investment only if he can earn higher rate of returns. സാധാരണ രീതിയിലുള്ള ഒരു അസംഷനാണ് അവിടെ പറയുന്നത്. നമുക്ക് ജനറൽ പീപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ജനറൽ തിയറി ആയിട്ട് അത് അഡാപ്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണവും അത് തന്നെയാണ്. കോമൺ സെൻസ് ഉള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്ററെ സംബന്ധിക്കുന്ന ചില നിഗമനങ്ങളും ചില അസംഷനുകളുമാണ് മർക്കോവിറ്റ്സ് തിയറിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം അത് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, രണ്ട് കോൺസെപ്റ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. അത് ഇത് തന്നെയാണ്, റിസ്ക്കും റിട്ടേൺസും തന്നെയാണ്. അല്ലാതെ വേറെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയോ അല്ലെങ്കിൽ കമ്പനിയുടെ സൽപ്പേരോ കമ്പനിയുടെ ഇമേജോ ഒന്നും തന്നെയല്ല ഒരു ഇൻവെസ്റ്ററിനെ എന്ത് ചെയ്യുന്നത്, ഭരിക്കുന്നത്, ഒരു ഇൻവെസ്റ്ററിനെ ഗൈഡ് ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടാനിരിക്കുന്ന റിട്ടേൺസും അതോടൊപ്പം തന്നെ അയാൾക്ക് സഹിക്കേണ്ടി വരുന്ന, ബെയർ ചെയ്യേണ്ടി വരുന്ന ആ ഒരു റിസ്ക്, അത് തന്നെയാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു എമൗണ്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അത്രയും ഗ്രേറ്റർ റിട്ടേൺസ് അയാൾക്ക് എന്ത് ചെയ്തിരിക്കണം, കിട്ടിയിരിക്കണം. അറ്റ് ദി സെയിം ടൈം ഹി വിൽ ബി റെഡി ടു ബെയർ ദി ഹയർ റിസ്ക്. ഹയർ റിസ്ക് അയാൾ ബെയർ ചെയ്യാനായിട്ട് തയ്യാറാവും എങ്ങനെയാണെങ്കിൽ അയാൾക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടുന്നുണ്ടെങ്കിൽ. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവം. എങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ റിസ്ക് ഉണ്ട് താനും റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയും കുറവാണെങ്കിൽ അയാൾ അതിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ മാറി നിൽക്കും എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക, പറയേണ്ടി വരിക. ഇനി ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കുറവുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺസ് കുറവാണെങ്കിൽ കൂടി റിസ്ക് കുറവുള്ളതിൽ മാത്രമേ ചിലർ എന്ത് ചെയ്യുള്ളൂ, റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ റിസ്ക് ആൻഡ് റിട്ടേൺ ദേ ആർ ദ pillars of this model, this Markowitz portfolio theory model, and this is shorthand ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ ഇതറിയപ്പെടുന്നത് MRT മോഡൽ എന്നാണ്. മർക്കോവിറ്റ്സ് നോട്ട് MRT, MPT മോഡൽ എന്നാണ്. ദാറ്റ് ഈസ് മർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറി. മർക്കോവിറ്റ്സ് പോർട്ട്ഫോളിയോ തിയറീസ് യൂഷ്വലി ഈ MRT തിയറിയിൽ ആൻഡ് നോട്ട് MRT, MPT തിയറിയിൽ സാധാരണ രീതിയിൽ ബേസിക് ആയിട്ടുള്ള അസംഷനുകൾ പറയുന്നതോടൊപ്പം തന്നെ അവിടെ ഒരു കാര്യം കൂടി അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെ വില്യം ഷാർപ്പിൻ്റെ ഒരു ക്യാപിറ്റൽ അസറ്റ്സ് പ്രൈസിങ് മോഡൽ എന്ന് പറയുന്ന ഒരു CAPM മോഡൽ, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് മോഡൽ. അതിൻ്റെയും കൂടി വ്യൂ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, അത് മിക്സ് ചെയ്തിട്ടാണ് എന്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇറ്റ് ഹാസ് ബീൻ പബ്ലിഷ്ഡ് ഇൻ എ ഫേമസ് ജേർണൽ ഓൺ ഫിനാൻസ്. ആൻഡ് ആ ഒരു പബ്ലിഷ് ചെയ്തിട്ടുള്ള തിയറിയാണ് പിന്നീട് മർക്കോവിറ്റ്സ് മോഡലായിട്ട് എന്ത് ചെയ്യപ്പെട്ടത്, അറിയപ്പെട്ടത് എന്നുള്ളതാണ് അവിടെ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ആൻഡ് ദിസ് മോഡൽ ഈസ് ഓൾസോ നോൺ ആസ് മീൻ വേരിയേഷൻ മോഡൽ ഓർ മീൻ വേരിയൻസ് മോഡൽ. ഓക്കെ, മീൻ വേരിയൻസ്. ആൻഡ് വാട്ട് യു മീൻ ബൈ മീൻ? ഈ തിയറീനെ വിളിക്കുന്ന വേറൊരു പേരാണ് മീൻ വേരിയൻസ്. ഈ മീൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. ആവറേജ് മീനിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് മീൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മീൻ
ഇറ്റ് ക്യാൻ അതർവൈസ് കോൾഡ് ആസ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ്. എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ആയിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം അല്ലേ. എക്സ്പെക്റ്റഡ് റിട്ടേൺസ് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺസ്, ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺസിൻ്റെ അതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്, ഒരു ആവറേജ് റിട്ടേൺസ്. 5 തരം റിട്ടേണുകൾ തന്നിട്ടുണ്ടെങ്കിൽ 5 എണ്ണത്തിനെയും നമ്മൾ ആവറേജ് ചെയ്ത് 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒരു ആവറേജ് ഫിഗർ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതാണ് നമ്മളുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്ന സംഭവം അല്ലേ. അപ്പോൾ ആ എക്സ്പെക്റ്റഡ് റിട്ടേൺസും ആ എക്സ്പെക്റ്റഡ് റിട്ടേൺസിൽ നിന്നും എത്ര കണ്ട് നമ്മുടെ റിട്ടേൺസ് വേരി ചെയ്ത് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എത്ര കണ്ടതിനുള്ള സാധ്യതയുണ്ടോ അതിനനുസരിച്ച് എന്ത് കൂടുതലായിരിക്കും, റിസ്ക് കൂടുതലായിരിക്കും. അതിനെ നമ്മൾ വേറൊരു പേരിട്ട് നമ്മൾ വിളിച്ചിരുന്നു, ദാറ്റ് ഈസ് വൊളാറ്റിലിറ്റി. വൊളാറ്റിലിറ്റി എത്രയോ ഹയർ ആണോ വൊളാറ്റിലിറ്റി, അത്രയും റിസ്കിയർ ആയിരിക്കും എന്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ വൊളാറ്റിലിറ്റി എത്ര കണ്ട് കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ റിസ്ക് എന്ത് ചെയ്യപ്പെടും എന്നുള്ളതാണ്, കൂടുതലാക്കപ്പെടും എന്നുള്ളതാണ്. അതേസമയം ആ ഒരു വൊളാറ്റിലിറ്റി കുറഞ്ഞു വരികയാണെങ്കിൽ, വൊളാറ്റിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് അതിൻ്റെ മീനിങ് എന്ന്. എക്സ്പെക്റ്റഡ് റിട്ടേൺസ് ഞാൻ ആദ്യത്തെ 2, 3-മത്തെയോ 4-മത്തെയോ ക്ലാസ്സിൽ അതൊരു ചെറിയൊരു ഗ്രാഫൊക്കെ വരച്ച് പറഞ്ഞു തന്നിരുന്നു. എത്ര കണ്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺസിൽ നിന്ന് അത് വേരി ചെയ്യുന്നു. വേരിയൻസ് കൂടുതലാകും തോറും എന്ത് കൂടുതലാവും, നമുക്ക് ഗ്രേറ്റർ റിസ്ക് അവിടെ വരുന്നുണ്ട് അല്ലേ. അതേസമയം എക്സ്പെക്റ്റഡ് റിട്ടേൺസിനോട് ചേർന്നിട്ടാണ് നമ്മുടെ റിട്ടേൺസ് വരുന്നതെങ്കിൽ വലിയ കാര്യമായിട്ടുള്ളൊരു റിസ്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ആ ഒരു വൊളാറ്റിലിറ്റി എത്രത്തോളം ഉണ്ട്, ആ വേരിയൻസ് എത്രത്തോളം ഉണ്ട്, വൊളാറ്റിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ എന്തിൻ്റെ റിസ്കിനെ തീരുമാനിക്കും, സെക്യൂരിറ്റിയുടെ റിസ്കിനെയും അതോടൊപ്പം തന്നെ ആ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോൻ്റെ റിസ്കിനെയും അതെന്ത് ചെയ്യും എന്നുള്ളതാണ്, ബാധിക്കും എന്നുള്ളതാണ് നമുക്കവിടെ പറയാനുള്ളത്. സോ കൺക്ലൂഡ് ചെയ്ത് പറയാനായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് ദിസ് Markowitz model is risk and return, the relationship between risk and return. Sometimes there may be a positive relationship or sometimes there may be a mostly negative relationship ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. സോ these are the various ideas behind, and now we can study what are the basic assumptions of Markowitz തിയറിയുടെ അല്ലെങ്കിൽ Markowitz മോഡലിൻ്റെ അല്ലെങ്കിൽ MPT തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസംഷനുകൾ എന്തൊക്കെയാണ്, എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെ ബേസിക് അസംഷൻസ് അവിടെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത്, ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് സെക്യൂരിറ്റീസ് ദർ ആർ നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ദർ ഈസ് നോ spread between bidding and asking prices. ഓക്കെ, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു ബേസിക് അസംഷൻ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോസ്റ്റാണെന്ന് നിങ്ങൾക്കറിയാം. ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടക്കുന്ന സമയത്ത് ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒക്കർ ചെയ്യുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണെന്ത്, ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഈ ട്രാൻസാക്ഷൻ കോസ്റ്റിനെ കംപ്ലീറ്റ്ലി ഈ മോഡലിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ട്രാൻസാക്ഷൻ കോസ്റ്റിന് തൽക്കാലം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കണക്കിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന ആദ്യത്തെ അസംഷൻ. ആൻഡ് ദ സെക്കൻഡ് അസംഷൻ ഈസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ ഓൾവേസ് rational. Investors are always rational and they seek to maximize returns while minimizing the risk. Rational, and what do you mean by rational? Rational means thinking practically. That is rational. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും റാഷണലായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം റിസ്ക്കും റിട്ടേൺസും തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ദേ ഓൾവേസ് ട്രൈസ് ടു minimize the risk and always tries to maximize the returns. റിസ്ക് മിനിമൈസ് ചെയ്ത് എങ്ങനെ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരാണ് സാധാരണ വിഭാഗത്തിൽപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സ് എന്ന് ആര് പ്രഖ്യാപിക്കുകയാണ്, മാർക്കോവിറ്റ്സ് പറയുകയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ആൻ ഇൻവെസ്റ്റർ ഹാസ് എ ചാൻസ് ടു ടേക്ക് എനി പൊസിഷൻ of any size and in any security. The market liquidity is infinite and no one can move the market.
Okay, here the investor is a free bird and he can take any position in the market. Either he can sell the share or he can buy the share. And that much freedom exists in the stock market, and any type of decision can be taken by the investor. It is an assumption taken by Markowitz, but really or practically this is not the case. ആണോ? അത്രയും ഫ്രീഡം അവർക്കുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കാണിക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് കരുതാനായിട്ട് പലപ്പോഴും എന്ത് ചെയ്യില്ല, സാധിക്കില്ല. സോ ഹിയർ we should see that all such freedom is given to the investors to take a position to either he can sell or he can buy the share. And one more thing is given in that point: no one can move the market. No individual investor can move or influence the market. ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്തിനെ മാറ്റാനായിട്ട് സാധിക്കില്ല, മാർക്കറ്റിനെ മാറ്റാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു അസംഷനും കൂടി അവിടെ പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് അസംഷൻ ഈസ് ദാറ്റ് investors are only willing to accept higher amounts of risk if they are compensated by higher expected returns. So another assumption: investors will be ready to invest in higher risk securities only if it is guaranteed by higher returns. Okay, higher returns guarantee ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം ഉള്ളൂ. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് അസംഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് while making investment decisions the investor does not consider taxes and is indifferent towards receiving dividends or capital gains. And while making investment decisions the investor does not consider taxes. സാധാരണ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം he will not think about taxes. ഓക്കെ, ടാക്സിനെ കുറിച്ചോ ടാക്സ് എക്സംഷൻസിനെ കുറിച്ചോ ടാക്സ് ഡിഡക്ഷൻസിനെ കുറിച്ചോ they are not bothered. The investors are not bothered, and they are even indifferent towards receiving dividends or capital gains. ഡിവിഡൻസ് റിസീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് ദേ ആർ നോട്ട് ദാറ്റ് മച്ച് ബോതേർഡ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു അസംഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് investors can borrow or lend an unlimited amount of capital at a risk-free rate of interest. Okay, it's another assumption. Investors-നെ സംബന്ധിച്ചിടത്തോളം they can either borrow or lend an unlimited amount of capital at a risk-free rate of interest. Risk-free rate of ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ബോറോയിങ് ആൻഡ് ലെൻഡിങ് മണി. കടം വാങ്ങിക്കുക, കടമായിട്ട് കൊടുക്കുക എന്നുള്ള പോലെയാണ് സാധാരണ രീതിയിൽ എന്ത് നടത്തുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു മേഖലയിൽ ഒട്ടും റിസ്ക് ഇല്ലാത്ത അല്ലേ ഒരു രീതിയിൽ, അതായത് നമുക്ക് ഒരു മോണിറ്ററി ഫോമിൽ നമ്മളത് ഫിനാൻഷ്യൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പ്യുവർ മണി ആയിട്ട് നമ്മൾ ബോറോ ലെൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് റിസ്കുകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതേസമയം ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇതിലായിരിക്കണം ഏറ്റവും കൂടുതൽ എമൗണ്ടിന് ആൾക്കാർ ഷെയർ വാങ്ങേണ്ടതും അതോടൊപ്പം തന്നെ ഷെയർ വിൽക്കേണ്ടതും. സോ ദാറ്റ് ഈസ് അനദർ അസംഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ generally rational and risk averse, and they are aware of all the risk contained in investment and actually take positions based on the risk determination, demanding a higher return for accepting greater volatility. ആൻഡ് നമ്മൾ നേരത്തെ രണ്ടാമത്തെ അസംഷനിൽ പറഞ്ഞ സെയിം തിങ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് ആർ ഓൾവേസ് റാഷണൽ, ആൻഡ് as they are rational they are also risk averse. And what do you mean by averse?
അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡസൻ ലൈക്ക് റിസ്കിനെ അവരെന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അറ്റ് ദ സെയിം ടൈം റിസ്കിനെ അവരെന്ത് ചെയ്യുന്നു, വെറുക്കുകയും ചെയ്യുന്നു. അതാണ് റിസ്ക് അവേഴ്സ്. അതുകൊണ്ട് തന്നെ നല്ലോണം റിട്ടേൺസ് ഉള്ളതിൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ആൻഡ് നെക്സ്റ്റ് അസംഷൻ ഈസ് ദാറ്റ് റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്സ് ആർ വ്യൂഡ് ഓവർ ദ സെയിം ഹൊറൈസൺ. Both long-time speculator and short-term speculator share the same motivations, profit target and time horizon. ഇപ്പോൾ റിസ്കിനെയും റിട്ടേണിനെയും നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും സെയിം വ്യൂ പോയിൻറ്റോട് കൂടി തന്നെയാണ് അതെന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. രണ്ടുപേരുടെയും മോട്ടിവേഷൻ ഈസ് സെയിം, രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡ് സെയിം തന്നെയാണ്. ഏത് ടൈപ്പ് ഓഫ് സ്പെക്കുലേറ്റർ ആണ് എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. ഇപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ആൾ മാത്രമേ റിട്ടേണിനെ കുറിച്ച് ചിന്തിക്കാവൂ, അയാൾ മാത്രമേ റിസ്കിനെ കുറിച്ച് ബോധേഡ് ആവേണ്ട കാര്യമുള്ളൂ എന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് തിങ്ക് അബൌട്ട് റിസ്ക് ആൻഡ് റിട്ടേൺസ്. അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ഷെയർ ഐഡൻറ്റിക്കൽ വ്യൂസ് ഓൺ റിസ്ക് മെഷർമെൻറ്റ്. സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിസ്ക് മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ടൂൾസ്, ടെക്നിക്സ്, ഓൾ ദീസ് ആർ സെയിം ആൻഡ് ഓൾ ദീസ് ആർ വൈഡ്ലി ആക്സെപ്റ്റഡ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ പെക്യുലിയർ ആയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള മെഷർമെൻറ്റ് ടെക്നിക്സോ മെഷർമെൻറ്റ് രീതികളോ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ വേറൊരു അസംഷനായിട്ട് നമ്മൾ. ഇതൊക്കെ അസംഷനുകളാണ്, പ്രാക്ടിക്കലി ഇതൊന്നും ഇല്ല എന്നുള്ളതല്ല അവിടെ പറയുന്നത്. ഈ മർക്കോവിറ്റ്സ് തിയറി എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു തിയറി ബേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മർക്കോവിറ്റ്സ് എടുത്തിരിക്കുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള അസംഷനുകളെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ഓൾ ദീസ് ആർ അസംഷൻസ് ആർ റൈറ്റ്, അല്ലെങ്കിൽ ഓൾ ദീസ് ആർ പ്രാക്ടിക്കൽ അസംഷൻസ് എന്ന് നമുക്കൊരിക്കലും വാദിക്കാനോ പറയാനോ സാധിക്കില്ല, അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞു ഓൾ ദ ഇൻവെസ്റ്റേഴ്സ് ആർ പ്രാക്ടിക്കൽ ഓർ റാഷണൽ ആൻഡ് ദേ ഓൾ ആർ റിസ്ക് അവേഴ്സ് എന്ന് പറഞ്ഞു. അത് ഈ മാർക്കോവിറ്റ്സ് മോഡലിന് മാത്രം ബാധകമായിട്ടുള്ളൊരു അസംഷനാണ്. അതാണ് പ്രാക്ടിക്കലി നടക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട്. ദർ ആർ സോ മെനി ഇൻവെസ്റ്റേഴ്സ് ഹു ലൈക്ക് റിസ്കിൻ്റെ പ്രത്യേകത വീണ്ടും പറയുന്നു, കൂടുതൽ റിസ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും നമുക്ക് ഹയർ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഹയർ റിട്ടേൺസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് കിട്ടാനായിട്ടുള്ളൊരു വഴി അതിലൂടെ തുറന്ന് കിട്ടും, അല്ലേ? അപ്പോൾ ചിലരെങ്കിലും റിസ്കിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അതിനൊരു ജനറൽ കോൺസെപ്റ്റായിട്ട് അല്ലെങ്കിൽ ജനറൽ ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിളായിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, പറയാനായിട്ട് സാധിക്കില്ല. അതേസമയം മർക്കോവിറ്റ്സ് മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി ബേസിക്കലി എടുത്തിരിക്കുന്ന കുറച്ച് അസംഷനുകളെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ആൻഡ് ഇവിടെ പറയുന്നു ഇൻവെസ്റ്റേഴ്സ് ഷെയർ ഐഡൻറ്റിക്കൽ വ്യൂസ് അബൌട്ട് ദ റിസ്ക് മെഷർമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ഒരേപോലെയുള്ള വ്യൂസ്, അല്ലേ? വേറൊന്ന് ഡിഫറൻഷിയേറ്റഡ് ആയിട്ട് വന്നാൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. തൽക്കാലം മർക്കോവിറ്റ്സ് മോഡലിൽ അങ്ങനെയുള്ളൊരു വേറിട്ടൊരു രീതി തൽക്കാലം എന്ത് ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ആ ഒരു യൂണിഫോം ആക്സെപ്റ്റഡ് മെഷർമെൻറ്റ് ടെക്നിക്സ് മാത്രമേ നമ്മളിവിടെ തൽക്കാലം എന്ത് ചെയ്യുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് സീക്ക് ടു കൺട്രോൾ റിസ്ക് ഓൺലി ബൈ ദ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദെയർ ഹോൾഡിങ്സ്. അതാണ് വേറൊരു അസംഷൻ ആൻഡ് ഇറ്റ്സ് ഓൾസോ എൻ ഇമ്പോർട്ടൻ്റ് അസംഷൻ. മർക്കോവിറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം മർക്കോവിറ്റ്സ് മോഡൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ഉള്ള ഒരു പ്രധാനപ്പെട്ടൊരു അസംഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ അസംഷൻ. ആൻഡ് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും അവരുടെ റിസ്ക് മിനിമൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓൺലി ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ, അല്ലേ? നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന സമയത്ത് അവിടെ മെയിനായിട്ട് 2 മെത്തേഡ്സ് നമ്മൾ കണ്ടിരുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹെഡ്ജിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്. അതേസമയം ഈ ഹെഡ്ജിങ്ങിനെ തൽക്കാലം മർക്കോവിറ്റ്സ് മോഡലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഉൾപ്പെടുത്തിയിട്ടില്ല. ഡൈവേഴ്സിഫിക്കേഷനെ മാത്രമേ നമ്മൾ ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മർക്കോവിറ്റ്സ് പറയുന്നു
ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസ്ക് മിനിമൈസ് ചെയ്യാനായിട്ട് അവർ ഏറ്റവും കൂടുതൽ എന്നല്ല, അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഡൈവേഴ്സിഫിക്കേഷൻ മാത്രമാണ് എന്നുള്ളതാണ് അവിടെ എടുത്ത് പറയുന്ന കാര്യം. വേറൊരു രീതിയെക്കുറിച്ചും ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. വേറൊരു രീതിയെക്കുറിച്ചും ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കിയിട്ടില്ല. ദേ ആർ നോട്ട് അവെയർ അബൌട്ട് ഇറ്റ് എന്നുള്ള കാര്യമാണ് മർക്കോവിറ്റ്സ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ഇൻ ദ മാർക്കറ്റ് ഓൾ അസറ്റ്സ് ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എനി ടൈപ്പ് ഓഫ് മാർക്കറ്റ് മേ ബി ഇറ്റ്, ഏത് തരത്തിലുള്ള അസറ്റുകൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങാം, വിൽക്കാം. ഈവൺ അബൌട്ട് ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡ്സ് ഹ്യൂമൻ ക്യാപിറ്റൽ. എന്തുവരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്, എന്തുവരെ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ വരെ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം എന്നുള്ള അത്രയും വലിയൊരു ബ്രോഡൻഡ് ആയിട്ടുള്ള മാർക്കറ്റ് കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് മർക്കോവിറ്റ്സ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് politics and investor psychology have no influence on the market. Markowitz model says that market is everything. And while studying the security market theories, we have studied one important theory, and the name of that theory is ന്റെ പേരെന്താണ്? That is efficient market theory. Efficient market theory. And what do you mean by efficient market theory? Efficient market theory is the theory which tells us that market is very efficient and the market value reflects all types of information, all type of past, present and future information. So there is no need to find out the intrinsic or real value of the security. So that's ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് മർക്കോവിറ്റ്സ് മോഡലിൽ മർക്കോവിറ്റ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. അയാൾ പറയുന്നു, എന്താ പറയണേ, മാർക്കറ്റാണ് എല്ലാം. അവിടെ വേറെ ഒരു ഇൻവെസ്റ്ററുടെ സൈക്കോളജിയോ പൊളിറ്റിക്സോ വേറെ എന്ത് തന്നെയായാലും മാർക്കറ്റിന് എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി മാർക്കറ്റിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് അതാണ് പ്രൈസ്. വേറെ ഒരു പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് വൺ, ദ റിസ്ക് ഓഫ് പോർട്ട്ഫോളിയോ ഡിപ്പെൻഡ്സ് ഡയറക്ട്ലി ഓൺ ദ ഇൻസ്റ്റെബിലിറ്റി ഓഫ് റിട്ടേൺസ് ഫ്രം ദ ഗിവൺ പോർട്ട്ഫോളിയോ. ഓക്കെ, ഒരു പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ ആധാരമാക്കിയുള്ളതാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇൻസ്റ്റെബിലിറ്റി ഓഫ് റിട്ടേൺസ്. ആൻഡ് വാട്ട് മീൻ ബൈ ഇൻസ്റ്റെബിലിറ്റി? ഇൻസ്റ്റെബിലിറ്റി മീൻസ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ സ്റ്റേബിൾ. സ്റ്റേബിൾ അല്ലാത്ത റിട്ടേൺസാണ് പലപ്പോഴും പോർട്ട്ഫോളിയോവിനെ എന്താക്കി മാറ്റുന്നത്, അതിനെ റിസ്കിയറാക്കി മാറ്റുന്നത്. തന്നെയാണ് നേരത്തെ നമ്മൾ വൊളാറ്റിലിറ്റിയെ കുറിച്ച് പറഞ്ഞത്. സ്റ്റേബിൾ അല്ലാതെ വൊളറ്റൈലായിട്ട് മാറുക. ഹയർ വൊളറ്റൈൽ ആവുന്നോ അതിനനുസരിച്ച് എന്ത് കൂടുതലാവുക, റിസ്ക് കൂടുതലാവുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് an investor either maximizes his return for the minimum risk or maximizes his portfolio return for a given level of risk. ഒന്നില്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ റിട്ടേൺസ് അയാൾ മാക്സിമൈസ് ചെയ്യുന്നു. എങ്ങനെ? ബൈ മിനിമൈസിങ് ദ റിസ്കിനെ മിനിമൈസ് ചെയ്ത് എങ്ങനെ റിട്ടേൺസ് കൂട്ടാം എന്നുള്ളത് അയാൾ ആലോചിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ വി കനോട്ട് ഐദർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ റിസ്ക്. അങ്ങനെയുള്ളൊരു പൊസിഷൻ ആണെങ്കിൽ ഹി വിൽ ട്രൈ ടു മാക്സിമൈസ് ഹിസ് പോർട്ട്ഫോളിയോ റിട്ടേൺസ്. ആ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺസിനെ മാക്സിമൈസ് ചെയ്തുകൊണ്ട്, റിസ്കിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഗിവൺ ലെവൽ ഓഫ് റിസ്കിൽ നമുക്ക് എങ്ങനെ മാക്സിമം റിട്ടേൺസ് ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. എങ്ങനെയാണ് ആലോചിക്കുന്നത്? ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെയും റിസ്ക് റിട്ടേൺ പാറ്റേൺസ് അനലൈസ് ചെയ്തുകൊണ്ട്, വൊളാറ്റിലിറ്റി പാറ്റേൺസ് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, തീരുമാനിക്കാനായിട്ട് സാധിക്കും. So that is the next assumption. And next one is
It is possible to select securities whose individual performance is independent of other portfolio investment. And it is ഇവിടെ അവസാനമായിട്ട് പറയുന്ന ഒരു അസംഷനാണ്, ഇറ്റ് ഈസ് പോസിബിൾ ടു സെലക്ട് സെക്യൂരിറ്റീസ് ഹൂസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ പോർട്ട്ഫോളിയോ investment. We can select any type of investment avenue and any type of securities. The investor is very free to choose the securities. ഏത് ടൈപ്പ് സെക്യൂരിറ്റീസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്, ആ ഒരു വാക്കിനാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പെർഫോമൻസ് ഓഫ് അതർ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള സെക്യൂരിറ്റീസിൻ്റെ പെർഫോമൻസിനെ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി എഫക്റ്റ് ചെയ്യുന്നില്ല. അവരുടെ പെർഫോമൻസ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ പെർഫോമൻസിനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടെ എടുത്തിട്ടുള്ള വേറൊരു അസംഷൻ. ഓക്കെ, അങ്ങനെ ഇൻ്റർ ഡിപ്പെൻഡൻസ് വരും. അതായത് ഇപ്പോൾ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ഇറ്റ് വിൽ ബി സ്ട്രിക്ട്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ പെർഫോമൻസ് ഓഫ് അതർ ഷെയർ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പോർട്ട്ഫോളിയോ ഇറ്റ് കനോട്ട് ബി ഡിറ്റർമിൻഡ്, ഇറ്റ് കനോട്ട് ബി ഡിസൈൻഡ് എഫക്റ്റീവ്ലി. അതേസമയം ഇവിടെ മർക്കോവിറ്റ്സ് എടുത്തിരിക്കുന്ന ബേസിക് അസംഷൻ എന്താണ്? മർക്കോവിറ്റ്സ് പറയുന്നു ഇൻവെസ്റ്റർക്ക് എളുപ്പമാണ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ. ബിക്കോസ് എനി ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ സെലക്ട് ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റീസിൻ്റെ പെർഫോമൻസ് ഒരിക്കലും മറ്റുള്ള സെക്യൂരിറ്റീസിൻ്റെ പെർഫോമൻസിനെയോ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടോ ഉള്ളൊരു എഫക്റ്റ് അവിടെ ഇല്ല എന്നുള്ളതാണ് ഇത് എല്ലാ അസംഷൻസും പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ മാത്രം എടുത്തിട്ടുള്ള അസംഷനാണ്. സെക്യൂരിറ്റി മാർക്കറ്റ് തിയറിയിലുള്ള അസംഷൻസ് അല്ല അത്. മർക്കോവിറ്റ്സ് മോഡൽ എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷനെ ആധാരമാക്കി ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു തരുന്ന നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മോഡലാണ്. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ മാത്രം എടുക്കപ്പെട്ടിട്ടുള്ള കുറച്ച് അസംഷൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് റിയൽ, ഇതാണ് പ്രാക്ടിക്കൽ എന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. സോ we have studied some of the important assumptions of this Markowitz portfolio or MPT theory, Markowitz portfolio theory. Okay, then we can go to the important concepts of മർക്കോവിറ്റ്സ് മോഡൽ. മർക്കോവിറ്റ്സ് മോഡലിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് നേരത്തെ നമ്മൾ പറഞ്ഞ അസംഷനിൽ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ദറ്റ് ഈസ് റിസ്ക് ആൻഡ് റിട്ടേൺസ് കോൺസെപ്റ്റ്. ദറ്റ് ഈസ് ദ ഫസ്റ്റ് കോൺസെപ്റ്റ്. ആൻഡ് സെക്കൻഡ് കോൺസെപ്റ്റ് ഈസ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. Risk return trade off. Trade off means how to optimize risk and return. How to optimize risk and returns. That is risk return trade off. So these are the two important concepts of this Markowitz model. And here the first concept is risk and return. And according to Markowitz, he says that there are mainly two important types of risk that we have already studied earlier. They are systematic risk and unsystematic risk. Systematic and unsystematic risk. And these risks can be analyzed based on individual securities and on the basis of the portfolio. പോർട്ട്ഫോളിയോൻ്റെ ബേസിസിലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ ബേസിസിലും നമുക്കിതിനെ എന്ത് ചെയ്യാവുന്നതാണ്, അനലൈസ് ചെയ്യാവുന്നതാണ്. ആൻഡ് യു നോ വാട്ട് ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് വാട്ട് ഈസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. എന്താണ് സിസ്റ്റമാറ്റിക്, എന്താണ് അൺസിസ്റ്റമാറ്റിക് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. സിസ്റ്റമാറ്റിക് മീൻസ് ദ റിസ്ക് വിച്ച് എഫക്ട്സ് almost all types of securities or shares which are traded in the whole stock market. It is known as systematic risk, and otherwise it is called as undiversifiable
risk. And there is also unsystematic risk. And what do you mean by unsystematic risk? Unsystematic risk is a type of risk which affects any peculiar type of securities or any particular type of industry or a particular type of business is known as unsystematic risk. Here, through designing an effective portfolio, we are going to or we are trying to reduce the risk, and by diversification we can to a greater extent we can reduce the unsystematic risk by randomly selecting or by a detailed calculation and forecasting. We can include the better or best securities into our portfolio, and then we can cancel, or then we can as far as possible avoid this type of unsystematic risk, and we cannot reduce systematic risk. Systematic risk ne namukku reduce ചെയ്യുക എളുപ്പമല്ല, because we have studied, അതുകൊണ്ടാണ് അതിനെ undiversifiable എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. Through diversification it is not possible to reduce the systematic risk. Systematic risk ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അതിനെ അൺഡൈവേഴ്സിഫയബിൾ എന്ന് വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് ഡൈവേഴ്സിഫയബിൾ എന്ന് വിളിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. Then these are the two types of risk, and there are various types of returns like actual returns, expected returns, possible returns, and sometimes it may be assigned with the probabilities, and while doing the problems we have seen what is expected returns. Always this expected returns is a concern for the investor. ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിലാണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺസിലാണ്, അല്ലേ? എക്സ്പെക്റ്റഡ് റിട്ടേൺ, അതായത് അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺസ്, ആ റിട്ടേൺസ് ആണ് അയാളുടെ മെയിൻ കൺസേൺ. ആ റിട്ടേൺസ് നമ്മുടെ എക്സ്പെക്റ്റേഷനിൽ നിന്നും വേരിയേഷൻ വരുമ്പോഴാണ് അവിടെ റിസ്ക് കൂടുതൽ ഉണ്ടാവുക എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ actual returns, there is no need for analyzing the actual returns. Just we can monitor the actual returns, and whether if we can introduce any revision policies it can be done. That is the only use for analyzing this historical or actual returns. So actual returns and this expected രണ്ടും കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏത് തന്നെയാണ്, ദിസ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. സോ ദിസ് ഈസ് ഫസ്റ്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് റിസ്ക് റിട്ടേൺ കോൺസെപ്റ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. റിസ്കിനെ റിട്ടേണിനെ എങ്ങനെയാണ് അവർ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സ് റിസ്ക്, നമ്മൾ നേരത്തെ അസംഷനിൽ പറഞ്ഞു റിസ്ക് കുറച്ച് എങ്ങനെ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാം, അതിനു വേണ്ടി ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത്. അവിടെ 5 കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് കാൽക്കുലേഷൻ ഓഫ് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺ, ആൻഡ് സെക്കൻഡ് വൺ ദ വേരിയൻസ് ഓഫ് ദി എക്സ്പെക്റ്റഡ് റിട്ടേൺസ്, തേർഡ് വൺ standard deviation from the expected returns, fourth one the covariance of a portfolio of securities, and the last one is the correlation between the investment. These are the 5 important tools which can be implemented by the investors for the purpose of risk return trade off. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? ഫസ്റ്റ് വൺ, we should calculate expected returns. Second one, we should find out the variance, calculate variance. And the next one is, third one is calculation of standard deviation. Fourth one is calculation of
calculation of covariance of securities in the portfolio, and the fifth one is calculation of coefficient of correlation between different securities. So these are all we have done through this chapter. We have worked out problems based on these important calculations. The first one is calculate, but you should see that the first three it belongs to the individual securities. ഈ ആദ്യത്തെ മൂന്നെണ്ണം എന്ന് പറയുന്നത് എന്തിനോട് റിലേറ്റഡ് ആണ്? ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിനോട് റിലേറ്റഡ് ആണ്. ബട്ട് the last two, that is correlation, that is calculation of covariance as well as calculation of coefficient of correlation between different securities, they are based on പോർട്ട്ഫോളിയോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്ന് നമ്മൾ കണ്ടു. എങ്ങനെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. അറ്റ് ദ സെയിം ടൈം how we can calculate variance and also standard deviation. And what is variance? What is standard deviation? അല്ലേ, variance എന്താണ്, standard deviation? Sum of squared deviation from the expected returns. Only if we are calculating this expected returns, we can calculate both these things, variance and standard deviation. How much it deviates from. We have found out the deviations. Deviation സ്ക്വയർ ചെയ്തു, ഡീവിയേഷൻ കണ്ടു. ആ ഡീവിയേഷൻ സ്ക്വയർ ചെയ്തതിനെ n കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചത്. And if there is probability, this deviation squared should also be multiplied with the probabilities also. Then only we can find out the variance as well as standard deviation. And once again there is a relationship between variance and standard deviation. The standard deviation square ആണ് the variance ന്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അസംഷൻസ് വരുമ്പോൾ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടൂൾസ് വരുമ്പോൾ മർക്കോവിറ്റ്സ് മോഡലിൽ യൂസ് ചെയ്യുന്ന ബേസിക് ടൂൾസ് തന്നെയാണ് ഇത് തന്നെയാണ് നമ്മൾ ചാപ്റ്ററിൽ അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത് നോക്കിയത്. ആൻഡ് ഓൾസോ കാൽക്കുലേഷൻ ഓഫ് കോവേരിയൻസ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അല്ലേ. ആൻഡ് ത്രൂ കോവേരിയൻസ് എന്താണ്? ഇതിൽ രണ്ടിലും രണ്ട് സെക്യൂരിറ്റീസ് തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ രണ്ട് സെക്യൂരിറ്റീസ് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഇതുവരെ ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്തത് പഠിച്ചിട്ടുള്ളത്. ആൻഡ് ദർ ആർ മോർ ദാൻ 2 സെക്യൂരിറ്റീസ്, ഡിഫറെൻറ്റ് ഫോർമുല ഷുഡ് ഹാവ് ടു ബി യൂസ്ഡ്. വേറെ ഫോർമുല നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? യൂസ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം? പഠിക്കുക. മോഡൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം മോർ ദാൻ 2 സെക്യൂരിറ്റീസ് വെച്ചിട്ട് എങ്ങനെയാണ് കോവേരിയൻസും അറ്റ് ദ സെയിം ടൈം കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് പഠിക്കാം. തൽക്കാലം ഇവിടെ എത്ര സെക്യൂരിറ്റീസ് എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. മർക്കോവിറ്റ്സ് മോഡലിൽ ഇത്ര സെക്യൂരിറ്റീസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള റെസ്ട്രിക്ഷൻ ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. നമ്മൾ എടുത്തിട്ടുള്ള ബേസിക് അസംഷൻ എനി ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ എത്ര എണ്ണം സെക്യൂരിറ്റീസിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ്, ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ബേസിക് അസംഷൻ തന്നെ. ദെൻ ഹിയർ ഈ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ലൈക്ക്വൈസ് കോവേരിയൻസും നമുക്ക് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് പോർട്ട്ഫോളിയോൻ്റെ ഉള്ളിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അത് തമ്മിൽ എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, എത്രത്തോളം അത് മൂവ് ടുഗദർ ആണ്, അതല്ലെങ്കിൽ എത്രത്തോളം വേരി ചെയ്തിട്ട് അത് മൂവ് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് പൊസിഷനിൽ അത് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ രണ്ട് ടൂളുകളിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. അതിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് സാധ്യമാകുന്നത് ഏത് മോഡലിലാണ്? ഈ ലാസ്റ്റ് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ മെത്തേഡിലാണ്. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനെ കുറിച്ചും പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത്. സോ ദീസ് ആർ ദി various methods, or these are the various tools we are using according to Markowitz model. We are using to trade off or to optimize
ഓർ ടു അഡ്ജസ്റ്റ്. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുക, റിസ്ക് റിട്ടേൺസും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതെങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ 5 കോൺസെപ്റ്റുകളിലേക്കാക്കി ചുരുക്കിയിട്ടുള്ളത്. എക്സ്പെക്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഓരോന്നിൻ്റെയും ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ? എക്സ്പെക്റ്റഡ് റിട്ടേൺ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ആവറേജ് ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോസിബിൾ റിട്ടേൺസ്. പോസിബിൾ റിട്ടേൺസിൻ്റെ പ്രോബബിലിറ്റീസിനെ ആവറേജ് ചെയ്യുക. അതുതന്നെയാണ് നമ്മൾ ആദ്യത്തെ ഫോർമുലയിൽ കണ്ടത് അല്ലേ? സിഗ്മ xi pi. xi is probable returns, pi is probabilities assigned to the possible returns അല്ലേ? അതിനെ നമ്മൾ ആവറേജ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ലൈക്ക്വൈസ് ദർ ഈസ് return variance like standard deviation as well as variance ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. വേരിയൻസിൻ്റെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വേരിയൻസ് ഇസ് എ മെഷർ ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റോക്സ് റിട്ടേൺ ഫ്രം ഇറ്റ്സ് എക്സ്പെക്റ്റഡ് റിട്ടേൺസിൽ നിന്നും അതിൻ്റെ ഡീവിയേഷൻ, സ്ക്വയർഡ് ഡീവിയേഷൻസ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? വേരിയൻസ്. ആൻഡ് there is standard deviation and standard deviation from there is in each security presents its own standard deviation from the average, and it is the deviation of the return in the square root of variance. Variance in the square root ആയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ലൈക്ക്വൈസ് കോവേരിയൻസ് ഓഫ് റിട്ടേൺസ് പോർട്ട്ഫോളിയോ ബേസിസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വിച്ച് മെഷേഴ്സ് ദി ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിട്ടേൺസ് ഓഫ് ടു securities, and if the returns are positively related to each other, their covariance will be positive, and if it is negatively related, covariance will be negative. And according to Markowitz, he argues that if they are unrelated or if they are positively related, as far as possible, avoid investing in such securities. പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ആവുന്നത്ര അതിലെന്ത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്? ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. Investors always choose a negative correlation or a negative covariance between the securities. Likewise, correlation coefficient അങ്ങനെ തന്നെയാണ്. എത്ര അവിടെ എന്താ പറയുക, ആ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയസ് സെക്യൂരിറ്റീസ് ആൻഡ് സേ ഡെഫിനിറ്റ് ഓർ സ്പെസിഫിക് ഫിഗർ, +1 and -1, and +1 says it is positively correlated and -1 says it is negatively correlated. All of this we have seen earlier. Okay, so these are the 5 important tools propagated by മർക്കോവിറ്റ്സ്. 5 പ്രധാനപ്പെട്ട ടൂളുകളാണ് മർക്കോവിറ്റ്സ് എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ this Markowitz model is an important model. Usually questions can be asked from this model, and you can നമ്മളിപ്പോൾ ഇതിലും ഇനിയും കുറച്ച് ഭാഗങ്ങൾ ഇതിൻ്റെ അവസാനിപ്പിക്കാനുണ്ട്. ആൻഡ് യു ഹാവ് ടു സ്റ്റഡി ഡിഫറെൻറ്റ് ടൈപ്പായിട്ടാണ്, ഡിഫറെൻറ്റ് രീതിയിലാണ് മർക്കോവിറ്റ്സ് ഇതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ, ലൈക്ക്വൈസ് എങ്ങനെയാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുക, അതോടൊപ്പം തന്നെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്താണ്, എങ്ങനെയാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക, ആൻഡ് വാട്ട് ഈസ് ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ, അങ്ങനെ കുറച്ച് ടേംസും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് റെപ്രസെൻറ്റേഷൻസും ഒക്കെ മനസ്സിലാക്കിയാലാണ് ഇതിൻ്റെ ഈ MPT മോഡലിൻ്റെ ആ ഒരു കംപ്ലീറ്റ്നെസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഏകദേശം ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ബാക്കിയുള്ള എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിനെ കുറിച്ചും ബാക്കി ഒപ്റ്റിമൽ ഫ്രോണ്ടിയറിനെ കുറിച്ചും ഒപ്റ്റിമൈസിങ് അവർ റിട്ടേൺസിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ ബേസിക് അസംഷൻസും 2 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും
അതിൽ ആ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട ടൂൾസുകളും അതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. സോ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാലൻസ് ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. സോ നൗ വി ക്യാൻ കൺക്ലൂഡ്. താങ്ക് യു.